ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ ഫലം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജോർജ് പൊടിപ്പാറ. ഇപ്പോൾ അജിത് കുമാറിനെതിരായ നടപടികളും സർക്കാർ അതിനെ ഏത് തരത്തിലാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ഒരു കടുത്ത നടപടിയിലേക്ക് പോകണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് വരികയാണ്. കാരണം സസ്പെൻഷൻ പോലുള്ള ഒരു നടപടി ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ എടുക്കാൻ പോകുന്ന ഒരു നിലപാട്. എങ്ങനെ പ്രതികരിക്കുന്നു? സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. അതായത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു DGP അദ്ദേഹം ദീർഘനാൾ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ വേണ്ടുവോളം അടയിരുന്ന് അത് യാതൊരു നടപടി എടുക്കാതെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് പുതിയ DGP വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ റിപ്പോർട്ടില് അദ്ദേഹത്തിൽ നിന്നൊരു ശുപാർശ വാങ്ങുന്നു. ആ ശുപാർശ എന്താണ്? അതായത് നേരത്തെ മുൻ DGP പറഞ്ഞ ശുപാർശ ശക്തമായ നടപടി എടുക്കണമെന്നാണ്. ഇപ്പോ ഈ DGP പറയുന്നത് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ സസ്പെൻഷൻ പോലെയുള്ള വളരെ ശക്തമായ നടപടികളുടെ ഒന്നും ആവശ്യമില്ല, ഒരു താക്കീതൊക്കെ മതിയാകും എന്ന രീതിയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പണി. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും സാധാരണ ഒരു DGP റിപ്പോർട്ട് കൊടുക്കുക, ആ റിപ്പോർട്ടിന് ശേഷം അതിൽ സർക്കാരിന് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് സൗകര്യം പോലെ അവിടെ കാത്തുവെച്ചിട്ട് പുതിയ DGP വരുമ്പോൾ അദ്ദേഹത്തിന്റെ റെഫറൻസ് കൊടുക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ശുപാർശ എഴുതി വാങ്ങിച്ച് അവിടെ വെച്ച് ഈ ഓരോ സംഗതിയും അവസാനിപ്പിക്കുന്ന രീതി നോക്കുക. ഇപ്പൊ എനിക്ക് മുമ്പ് രാജു പി നായർ പറഞ്ഞതുപോലെ ഈ തൃശ്ശൂർ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ മൊഴികൾ കൊടുത്തതും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൊന്നുമല്ല, പ്രതിപക്ഷ നേതാക്കളുമല്ല. ഏറ്റവും ശക്തമായ മൊഴി നൽകിയത് റവന്യൂ മന്ത്രി കെ രാജനാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം പലവട്ടം രാത്രി 12 മണിക്ക് ശേഷം വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തതേ ഇല്ല എന്നുള്ള മൊഴിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായതിൽ എന്തൊക്കെയോ സംശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി കൊടുത്തിരിക്കുന്നത് അന്ന് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർലമെന്റ് അംഗമായിട്ട് മത്സരിച്ച സുനിൽകുമാറാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അപ്പൊ ഈ രണ്ട് മൊഴികളും ഒരു കാരണവശാലും തള്ളാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവഗണിക്കാനോ കഴിയാത്തതാണ്. അതുപോലെ രണ്ട് ദേവസ്വങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയിരിക്കുന്ന മൊഴികളും അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ റോള് സംശയിക്കാനുള്ള ന്യായമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൊഴി ഉണ്ടായിട്ടും അതായത് LDF-ലെ പ്രധാന കക്ഷിയുടെ പ്രമുഖ നേതാക്കള് കൊടുത്ത മൊഴികളെല്ലാം ഉണ്ടായിട്ടും ഒടുവിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ എന്ത് വഴി എന്ന് പരിശോധിച്ച് ഒടുവിൽ ഈ റവാദ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ DGP കൊണ്ടൊരു ശുപാർശ വാങ്ങിച്ച് അതിൽ ഒതുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ സർക്കാരിന് അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട്. ആ സർക്കാരിന്റെ കടപ്പാടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കടപ്പാടെന്ന് വേണമെങ്കിൽ അതിനെ എടുക്കാം. ആഭ്യന്തരമന്ത്രി എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു ശ്രീ MR അജിത് കുമാർ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു, മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും അദ്ദേഹത്തിന്റെ ആവശ്യാർത്ഥവുമാണെന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈവൻ പൂരം കലക്കലിൽ പോലും ആ സമയത്ത് അത് തൃശ്ശൂരിൽ ഉണ്ടാകാനിടയായ സാഹചര്യം, കാരണം തെരഞ്ഞെടുപ്പിന് അധിക ദിവസം ഇല്ലാത്തൊരു ഘട്ടത്തിൽ ആണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ CPM-ന് വേറെ എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നോ, മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, ആ താല്പര്യങ്ങളാണോ MR അജിത് കുമാർ നിർവഹിച്ചു കൊടുത്തത് തുടങ്ങിയ സംശയങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് വഴി എന്ന് പരിശോധിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് വേറെ ആർക്കോ വേണ്ടിയായിരുന്നു. വേറെ ആരുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം എന്താ പറയാ അക്ഷരം പ്രതി പാലിക്കുകയായിരുന്നു. അത് എന്ത് വില കൊടുത്തും അദ്ദേഹം നടപ്പാക്കി കൊടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. മാത്രമല്ല അതിനു മുമ്പ് RSS നേതാക്കളായിട്ടും ദത്താത്രേയ ഹൊസബലയായിട്ടും അതുപോലെ തന്നെ രാം മാധവുമായിട്ട് അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ, സംസ്ഥാനത്തിന്റെ ഒരു ADGP പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ സന്ദർശനം നടത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. അപ്പൊ പിന്നെ അദ്ദേഹം എന്തിനു പോയി? ഈ ഒരാളെ പോയി കണ്ടത് മനസ്സിലാക്കാം. അതിനുശേഷം മറ്റൊരാളെ കൂടി പോയി കാണുമ്പോൾ ഇതെല്ലാം ഒരു തുടർച്ച, ഒരു നൈരന്തര്യമായിട്ട് വേണം കാണാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അദ്ദേഹത്തിന്റെ നടപടികൾ. അതിനു മുമ്പ് പാലക്കാട് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കാണിച്ച നാടകങ്ങൾ, ആ അറസ്റ്റിന് കാണിച്ച ആ ഒരു ശുഷ്കാന്തിയൊക്കെ നമ്മളെ അമ്പരപ്പിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ
അദ്ദേഹത്തിന്റെ നടപടികൾ പലതും വളരെ വളരെ സസ്പീഷ്യസ് ആണ്. ഷാഡോ അദ്ദേഹത്തെ പൊതിഞ്ഞ് ഒരു വല്ലാത്ത ഷാഡോ ഉണ്ട്, ഒരു ഷാഡോ ഉണ്ട്. ആ ഷാഡോ എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലാവുന്നില്ല. കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം ആരുടെയൊക്കെ ദൗത്യങ്ങൾ നിറവേറ്റുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പാടുപെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാ നടപടി ഒരു എന്താ പറയാ താക്കീതിൽ ഒതുക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ വാങ്ങിച്ച് കൈപ്പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പി വിജയന്റെ പരാതിയിൽ IG പി വിജയന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ട് അതിലും ശിക്ഷാ നടപടി അത് തെറ്റായിരുന്നു, ആ നടപടി തെറ്റായി എന്ന് പറഞ്ഞിട്ടും ആ ശിക്ഷാ നടപടിയും ഒഴിവാക്കാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ADGP MR അജിത് കുമാറിനെ അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യില്ല, ചെയ്യാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലുള്ളിടത്തോളം കാലം ADGP MR അജിത് കുമാറിന്റെ അതിനെ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇനി തൊടാൻ ആരെങ്കിലും ശ്രമിച്ചാലും അത് നടക്കാനും പോകുന്നില്ല. അതാണ് സത്യം. വളരെ ശരിയാണ്. എന്തായാലും ഒരു തലത്തിലുള്ള ഒരു നടപടിയിലേക്കും പോകില്ല സർക്കാർ. അത്രത്തോളം വലിയൊരു കവചം തന്നെയാണ് അജിത് കുമാറിനായി സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരുക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.